ഒരു ലൈഫിൽ എന്താ പറയുക, ഒരു ലേസി പോലെയാണ്. ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, എൻ്റെ ഡ്രീം അച്ചീവ് ആവുന്നില്ല, എൻ്റെ വെയിറ്റ് ലോസ് ആവുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഫീൽ വരും. ഒന്നും കാണിക്കാനില്ല, കാരണം സ്കൂളൊക്കെ കാണിക്കുന്നത് സേഫ് അല്ലല്ലോ. ഉമ്മ ഇപ്പോൾ പോകുമ്പോൾ ഡ്രൈവ് ആക്കണേ ഗാഡി? അല്ല ഇപ്പം ആക്കലേ 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 ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാർ വാങ്ങിയിട്ടുണ്ട്. അത് അറിയുന്ന കാര്യമല്ലേ, ചില എൻ്റെ റെഗുലർ വീഡിയോ ഒക്കെ നോക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് നമ്മൾക്ക് ആ കാറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ഒരു ഡ്രൈവർ വന്ന് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിലൊരു എൽ ബോർഡ് നമ്മൾ നിർബന്ധമായിട്ട് ഇടണത്രേ. അപ്പോൾ ആ എൽ ബോർഡ് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് കാറിൽ പോകുന്നത്. പിന്നെ കാറിൻ്റെ 3D ഷീറ്റൊക്കെ നമ്മൾ ഇടിപ്പിച്ചു. അതിൻ്റെ ചെറിയ ഷോർട്ട് ഉണ്ടോ, അത് ഞാൻ ഇടും ഇതിലേക്കൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ അതിന് എൽ ബോർഡ് ഇടാണ് പോകുന്നതാണ് ഇപ്പോൾ റെഡി ആയിട്ട്. പിന്നെ 4 പ്രാക്ടീസാണ്. അപ്പോൾ ഒന്ന് ഫോൺ വിളിച്ച് പറയണം, കാരണം എൽ ബോർഡ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞിരിക്കണം. പിന്നെ ഇന്നലെ ഞാൻ കളക്ട് ചെയ്തത് LLR സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ കാര്യങ്ങളൊക്കെ LLR സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഉമ്മാൻ്റെത് ഇല്ലായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെത് അപ്ലൈ എല്ലാം ചെയ്ത് വന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ലൈസൻസ് എടുത്തിട്ടില്ല കേട്ടോ, LLR ആണുള്ളത്. ഇപ്പോൾ ലൈസൻസ് എടുക്കണമെങ്കിൽ വണ്ടി പ്രാക്ടീസ് ആവണം, വണ്ടി സ്റ്റഡി ആവണം. അപ്പോൾ എനിക്ക് മാനുവൽ സ്റ്റഡി ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, 2 വീലർ ലൈസൻസ് മതി എന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ വണ്ടി വന്നപ്പോൾ അനിയൻ എപ്പോഴും ബൂസ്റ്റ് ചെയ്യാണ്, മീൻസ് വണ്ടി എടുത്തു, ഡ്രൈവർ ചാർജ് അത് ഇതെല്ലാം വേണ്ട, നീ എന്നെ ഡ്രൈവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. അപ്പോൾ ആ ടൈമിലെല്ലാം എൽ ബോർഡ് ഇല്ലായിരുന്നു. അപ്പോൾ അവരങ്ങനെ ഒരു റൂൾസ് ഒന്നും പറഞ്ഞില്ല, ഒട്ടറാണ് പഠിപ്പിച്ചത്. അപ്പോൾ അയാൾ വണ്ടിയെല്ലാം കൊണ്ടുപോയിട്ട് നമ്മളോട് പറയാതെ കാസർഗോഡൊക്കെ വെച്ചത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പ്രശ്നങ്ങൾ മനസ്സിലാവല്ല. അതിലൊരു 4 to 5 ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, ഒരു 3 ക്ലാസ് കേട്ടോ, ഒരു 30 മിനിറ്റ്സ്. പക്ഷേ ഇത് 1 ഹവറാണ് അവർ തരുന്നത്. 30 മിനിറ്റ്സിൽ ഞാൻ എന്ത് പഠിച്ചത്, ഞാൻ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്. പക്ഷെ എനിക്കൊരു ചെറുതായിട്ടൊരു സ്കെയർ ഉണ്ട്. പുതിയ വണ്ടിയല്ലേ, എവിടെയെങ്കിലും തട്ടോ പിടിക്കോ അങ്ങനെയുള്ള ചെറിയൊരു സ്കെയർ ഉണ്ട്. അതൊന്ന് മാറാൻ വേണ്ടി എനിക്കൊരു 6 ഡേയ്സെങ്കിലും ലോങ് വേണമെന്നുള്ളത്, ലോങ് ട്രാവൽ, അതായത് ലോങ് ഡ്രൈവ് പ്രാക്ടീസ് വേണമെന്നുള്ളത്. ലോങ് പോയാലല്ലേ നമുക്ക് കുറച്ച് സ്കെയറൊക്കെ മാറുന്നത്. ഇപ്പോൾ സ്കൂട്ടി ആണെങ്കിൽ, 2 വീലർ ആണെങ്കിൽ എനിക്ക് ആരും പഠിപ്പിച്ചതല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് സ്റ്റഡി ആയതാണ്. അതേപോലെ വിശ്വസിക്കുന്നു ഈ കാറിലും സ്റ്റഡി ആവുന്നുള്ളത്. പക്ഷെ എന്തായാലും പുതിയ കാർ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പേടി. ഞാൻ സെക്കൻഡ് ഹാൻഡെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ധൈര്യത്തോടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെറിയ ആറുമില്ലാത്ത വേയിൽ കൊണ്ടുപോകായിരുന്നു, ക്രൗഡില്ലാത്ത റോഡിൽ കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ടാണ് എനിക്ക് ഇത്തിരി പ്രശ്നം. അതും കുറച്ച് വീതിയൊക്കെ ഉണ്ടല്ലോ, നമ്മളിതിൻ്റെ ലെങ്ത്ത് അങ്ങനെയൊക്കെ നോക്കണമല്ലോ. അങ്ങനെ അപ്പം നമുക്ക് എൽ ബോർഡ് ഇടാൻ പോവാം. നിൽക്കാണ്, ഫാനൊക്കെ ഓഫ് ആക്കട്ടെ, ഇപ്പോൾ വരല്ലേ, TV ഉണ്ട് അങ്ങനെ തന്നെ. പോയി ഉണ്ട് ഓപ്പൺ സാരി. TV kid andalna നിക്ക് നീ ഫ്രണ്ടിലിരിക്കാം ഗൈസ്. ഹലോ ഗൈസ്, വേണ്ട ഹാർഡ് അങ്ങനല്ല പറ്റില്ല. കിട്ടി ശരി. ഫൈനലി അപ്പോൾ
അപ്പോൾ ഫൈനലി ഞങ്ങൾ കാറിലും എൽബോർഡ് ഇട്ടു. കണ്ടില്ലേ, ഇത്ര നല്ല രസമല്ല കാറിൽ എൽബോർഡ് ഇടുമ്പോൾ സങ്കടമാവും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇടണല്ലോ അല്ലേ. പിന്നെ ഒരു കോമഡി അറിയോ, ഉമ്മ ചോദിക്കുന്നതാണ്, ഉമ്മ പറയുന്നതാണ് ഞാൻ വണ്ടി കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞു നിനക്കറിയോ ഉമ്മയുടെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഉമ്മ നീ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ വാശി പിടിച്ചിരിക്കുക, ഞാൻ ആറ് വിളിക്കില്ല ഡ്രൈവറിനെ, നീ കൊണ്ടുപോകുന്നു. പിന്നെ ഉമ്മ പേടിച്ചേട്ടോ, അത് പുതിയ ഗാഡിയല്ലോ, ഭയങ്കര വലിയ കോൺഫിഡൻസ് ആണെന്ന് ചോദിക്കാന്നുള്ളൂ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യാന്നുള്ളത്. ഉമ്മ നീ ഇപ്പോൾ പോകുമ്പോൾ ഡ്രൈവ് ആക്കണേ ഗാഡി? അല്ല ഇപ്പം ആക്കലേ ഡ്രൈവ് വലിയ പുട്ട നിന്ന് പുട്ട് ഇപ്പൊ പറയുന്നു വേണ്ട ഞാൻ നാളെ തന്നെ ആക്കാണ്ട്. ഒറ്റയ്ക്ക് വണ്ടി കൊണ്ടുപോവാൻ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇരിക്കാൻ പാടില്ല കേട്ടോ, അത് ഡേഞ്ചറാണ്. ഞാനെന്നെ പേടിക്കുന്നുണ്ട് വണ്ടിയൊക്കെ ഇങ്ങനെ വിടാന്. രണ്ടാമത്തെ പറയാൻ ഈ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോവാൻ. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യേണ്ടി വിളിക്കണ്ടേ ഇതൊക്കെ പറയാം. ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ സ്കൂൾ കഴിക്കാനല്ലോ 2 പ്ലേറ്റ് പലവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് പോകുന്നതാണ് കേട്ടോ. രാവിലെ തന്നെ രാവിലെ ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നായി. മറ്റേ ഗ്യാസ് അത് ആരെങ്കിലും ഒന്ന് സപ്പോർട്ടർ വേണം. 2 ഗ്യാസ് ഉണ്ട്, പക്ഷേ പൊട്ടിക്കുമ്പോൾ ഒരിത്തിരി കട്ടിയാണ്. ഫുഡ് കൊണ്ടുവന്ന അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ടൗൺ കണ്ടില്ലേ, ഫുള്ള് ക്ലോസ് ആണ് കേട്ടോ. രാവിലെ വന്നാൽ മനസ്സിലായി ഇവിടുത്തെ അവസ്ഥ. രാവിലെ വന്നാൽ ഫുള്ള് ക്ലോസ്, തിരക്കില്ലാത്ത റോഡാണ്. അങ്ങനെ ഓക്കെ, ഞാൻ വീട്ടിൽ പോട്ടെ. ഞാൻ വണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഹെൽമെറ്റ് കാണാൻ തന്നെ മനസ്സിലാവല്ലേ. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് പരിപാടി ഉണ്ടോ എന്തോന്നൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കുട്ടികളൊന്ന് ഫുഡ് കൊടുത്തിട്ട് അവരൊന്ന് യൂണിഫോമൊക്കെ ഇട്ടിട്ട് സ്കൂൾ റെഡിയാക്കിയ ശേഷം സമാധാനമാണ്. അറിയാമല്ലോ എത്ര പാടുണ്ടോന്ന് കുട്ടികൾ റെഡിയാക്കാനുള്ളത്. അതാ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തൊരു പേരിൽ സ്കൂൾ മുടക്കാതെ ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഞാൻ ഭയങ്കര തണുപ്പത്താണ് ഞാൻ വന്നത്. എനിവേ നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. വീട്ടിലെത്തി അതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പം നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ എത്തുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ബ്ലോക്കില്ലായിരുന്നു, ക്രൗഡില്ലായിരുന്നു. അൽഹംദുലില്ലാ സുഖമായിട്ട് വന്നു. എനിക്കിങ്ങനെ ക്രൗഡില്ലാത്ത റോഡിൽ വരുമ്പോൾ നല്ല രസമാണ്. ഒരുപാട് ബ്ലോക്കൊക്കെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലത്തെ അവസ്ഥ കണ്ടില്ല. ഹാഗി കുട്ടികൾ വൃത്തികേടെല്ലാക്കിയിട്ടുണ്ട് രാത്രി. എനിക്ക് രാത്രി ഭയങ്കര ടയർഡായിട്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞ ടൈമിൽ കുട്ടികളും നല്ല ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കണം. എനിവേ ഇഷു മൈസ പല തിന്നു കുഞ്ഞോ, നോക്കണം നീ പല തിന്നു കുഞ്ഞോ. യാറപ്പ് ഇതെന്ത് പ്ലാസ്റ്റർ ഇട്ടൊട്ടിച്ച് പ്ലാസ്റ്ററിക്ക് യെസ് അല്ലല്ലോ. എന്തിനാ പ്ലാസ്റ്റർ ഇട്ട്? എന്താ നീക്കെന്തിനാ പ്ലാസ്റ്റർ? ബായ് പിന്നെ ഓപ്പൺ ആവൂലേ പ്ലാസ്റ്റർ ഇട്ടാൽ. ഫുഡ് തിന്ന് പോ, ഫുഡ് തിന്ന്, പലാവ് തിന്ന്, പലാവ്. സോ ഇറ്റ്സ് കോളിംഗ് മാംഗ്ലൂരിയൻ പലാവ്. അത് കഴിക്ക്. തൈരെല്ലാം ഇട്ടിട്ട് തരണോ? യു വാണ്ട് യോഗർട്ട്? ഇഷുവിൻ്റെ ഫേവറേറ്റ് ആണ് ഇഷു പലാവ്. ഇഷുക്ക് വെജിൽ പലാവ്, വെജ് കറി. പിന്നെ ഇഷുവിൻ്റെ ഫേവറേറ്റ് വേറെ എന്തൊക്കെ ഉണ്ട്? മസാല ദോശ, പിന്നെ KFC, ബർഗർ. അതിൽ കമ്പൽസറി വേണമെന്നില്ല. അവനക്ക് ചീസ് ബർഗർ ഇഷ്ടമാണ്. പിസ്സ. ഇതൊക്കെ എന്നും വേണമെന്നില്ല. വർഷത്തിൽ ഇയർലി ഒരു തവണ കൊടുത്താലും മതി. ഡെയിലി വേണമെന്നില്ല, വീക്കെൻഡ് വേണമെന്നില്ല. അല്ലേ ഇഷു? ഹോംലി ഫുഡാണ് ഇഷ്ടമാണോ പുറത്തുനിന്ന് ഫുഡ്, ഹോട്ടൽ ഫുഡ് ഇഷ്ടമാണോ? ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമാണോ ഹോട്ടൽ ഫുഡാണോ? രണ്ടും ഇഷ്ടമാണോ? അപ്പം എന്ത് തന്നാലും കഴിക്കല്ലേ, കഴിക്കുന്നത് തിന്നാൽ മതി. സ്പെഷ്യൽ അല്ലേ?
അപ്പൊ കൂടുതലായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് ഹോംലി ഇവൻ ഹോംലി ബർഗറിൽ എങ്ങനെ ബണ്ണൊക്കെ കളയും അതിനുള്ളിലുള്ള ബർഗർ മാത്രം. ആ എന്ത് ഇതിപ്പോ സ്കൂളിൽ പോകുന്നത് ഭയങ്കര സങ്കടമാണ്. അവനിക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ സങ്കടമില്ല. യെസ് യെസ് ഗുഡ് ബോയ്. അതാണ് ഉമ്മച്ചിന്റെ മോനാവണം അട്ടാ. ഉമ്മച്ചിന്റെ മോൻ എങ്ങനെ സ്കൂളിൽ പോവാ കറക്റ്റ് ടൈമുക. ബേഗ് കഴിക്കപ്പാ, ബേഗ് കഴിക്കി എൻ്റെ മുത്തുമണി. അപ്പം ബേഗ് കഴിക്കുന്നവർക്ക് ഇബ്ബുക്കാക്ക ദുബായിൽ നിന്ന് ചോക്ലേറ്റ് കൊണ്ടുവന്നത് ഹാഫ് കൂടുതലാണ്. ആ അപ്പൊ മുയിജിക്ക് ഏത് ചോക്ലേറ്റ് വേണ്ടേ? ഇബ്ബുക്കാക്ക കൊണ്ടുവന്ന് കുറച്ച് ബൂസ്റ്റ് ആക്കട്ടെ സ്കൂളിൽ പോകുന്നവര്. ന്യൂട്രല്ല ചോക്ലേറ്റ് ആണ്, ഫെറോ ചോക്ലേറ്റ് ആണ്, ദുബായ് ചോക്ലേറ്റ്, പിന്നെ കുൽഫി ചോക്ലേറ്റ്, പിന്നെ collection, Ferrero collection. ഓക്കെ ഓക്കെ. നിനക്ക് കോമ്പറ്റീഷൻ കേട്ടോ. ന്യൂട്രല്ല ചോക്ലേറ്റ് ഉണ്ട് ഇഷ്ടോ? ആ ഇത് ബ്രെഡ് കിട്ടുന്ന ന്യൂട്രല്ല അത് വേണമെന്നാ ഇബ്ബു കക്കനോട് പറയട്ടെ. ഇബ്ബു കക്ക കോളേജ് പിന്നെ അന്ന് 1 kg ഇബ്ബുക്കൊക്കെ കൊണ്ടുവന്നതോ നിങ്ങൾ കഴിച്ച് കഴിച്ച് തിരുത്തിട്ട് ഇപ്പൊ ദുബായിലില്ല മറന്നാ? അല്ലല്ലോ ഡിമാർട്ടിന്നല്ലോ മൈജ. റിംഗ് വന്നുണ്ട് കേട്ടോ. അത് ബ്രെഡ് ഇതത് ന്യൂട്ടല്ല വേണു ചോക്ലേറ്റ് അപ്പൊ കുറവോ? ചോക്ലേറ്റ് ഇത് കൊടുക്കണ്ട. ഇച്ചൊക്കെ മൊബൈൽ ഇച്ചോ ഇച്ചോ നക്ക് 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 പില്ലോ കണ്ടില്ല. നക്ക് കാറിലുള്ള പില്ലോ അല്ല കാറിലുള്ള പില്ലോ. ഹലോ కార్లుల్ల పిల్లొగ్గు గలట్ట కార్లుల్ల పిల్లొగ్గు గలట్ట പിന്നേത് അവത്തുള്ള പിള്ളല്ല കൊടുത്തിട്ട് ചെണ്ട. പിന്നെന്തിനാ കള്ളത്തര പറഞ്ഞു മൈസ് തന്നിക്കണല്ലേ? പറഞ്ഞല്ല നീನು ಅಂಗು ಅಪ್ಪ ಪಣಿ ಉಂಟು ಕಾಟು ನೀನು ನೋಡ್ಕೊಂಡು ಫೋನು ಅಲ್ಲ എൻ്റെ ಸ್ಕೂಲ್ ಕರ್ತರ ಅಂಟು ನಾನು ಅದು అవుతుంది చెంగపరి ప్రోడి ఇక్కడల్లే ಅದೇ അപ്പം എൻ്റെ ಸ್ಕೂಲ್ ಕರ್ತು പിന്നെ ಅಸರ್ಗೆ ಪೋ ಜೋರ ಹೆಂಗ ಆಯ್ತು ನೀವು ವರ್ಗಲ್ಲ ನಾ ಹೆಂಗೆಲ್ಲ ಹಾಕಿ ಬಿಡ್ಡೆ. ಓಕೆಲ್ಲ ಪೆಂಗೆ പിന്നാക്കറ ഫ്രീ ആയിട്ട് ಎಂದ್ರ ಅವನಿಗೂ ನ್ಯೂಟ್ರಿಲ್ಲ ಬೇಡಲ್ಲ ಅವ್ನಿಗೆ ಸುಬ್ಬೇಕಿಗೆ ಚೊಂದವಲ್ಲ ഞാൻ 3 ബോട്ടിൽ തിന്നു. അവനിക്ക് ഇഷ്ടമല്ല ബ്രെഡിക്ക് ന്യൂട്രൽ തിന്നുക. അതൊക്കെ അവർക്ക് ചോക്ലേറ്റ് തെല്ല ചോക്ലേറ്റ് മതിയില്ല, പിന്നെ ന്യൂട്രല്ല മതി. പിന്നെ ഏത് ചോക്ലേറ്റ് മൈസ് ന്യൂട്രല്ല പിന്നെ ഫെറർ ഇല്ല വേറെ പറയും. ഫെറർ വേണ്ട, ടേസ്റ്റ് ഇല്ല. ദുബായ് ചോക്ലേറ്റ് ഓക്കെ ഓക്കെ അല്ല കേട്ടല്ല. ചെറിയ പാക്കറ്റ് എടുത്താൽ ചെറിയ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ അത് എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞ കളക്ഷൻ വേണല്ലോ. കളക്ഷൻ എന്ത്
collection, dark chocolate, white chocolate. ಫೆರಾರಲ್ಲಿ ಕಲೆಕ್ಷನ್ ಬೇಂಡ್ಲ ಉಂಟು ವೈಟ್ ಡಾರ್ಕ್ ಪಿನ್ನ ನಾರ್ಮಲ್ ಉಲ್ಲ ಅವನಿಗೂ ಫೆರಾರಿ ನಾರ್ಮಲ್ ಉಲ್ಲ ಇದು ಆರ್ಡರ್ ಬಂದುಂಟ ನೀ ಕಟ್ಟಕ್ಲ ಓಕೆ ಓಕೆ ಹಾಂ ಹಾಂ white dark blue. ಓಕೆ ವೈಟ್ ಡಾರ್ಕ್ ಬ್ಲೂ ಇಲ್ಲ ಫೆರಾರಿ ಕಲೆಕ್ಷನ್ ವರಲ್ಗ ಅದೇ ಚಂದ ಕಾಂಪಿಟೇಷನ್ ಉಂಟು ಜನರಲ್ಗೆ ಅವನೊಂದು ಚಂದಂಗ ಒಂಚೂಲ್ದೆ like pink, like blue, like collection chocolate. ಓಕೆ ಕಲೆಕ್ಷನ್ Pink, blue, yellow. ಓಕೆ ಓಕೆನಾ ಓಕೆ ಓಕೆ ಚಲೋ ಓಕೆ ಚಲೋ ಓಕೆ ಚಲೋ ಓಕೆ ಚಲೋ Black. ಬ್ಲೂ ಇಲ್ಲೋ Black. Like white, black. ಅದು ಮೂರು Ferrero chocolate ಅದರ ಬ್ರ್ಯಾಂಡ್. ಅದೇ ಅವನೊಂದು ಚಂದ ಚಂದ ಓನ್ ಚೊಲ್ಲೆಟ್ಟು ಬದಲೇ ಅಲ್ಲಿ ಬ್ಲೂ ಇಲ್ಲೋ ಅಲ್ಲ ನೀ ಚಂದಲ್ಲ ಬ್ಲೂ ಇಲ್ಲ ಅಂತ ಈಗ ಬೇರೆ ಕಲರ್ ಚಂದ ಎಲ್ಲ ಪಿಂಕ್ ಇಲ್ಲ ಅಲ್ಲಲ್ಲ ಈ ಕವರ್ ಚಂದಲ್ಲ ಚಾಕ್ಲೇಟ್ ಅಲ್ಲ ಇನ್ನೊಂದು ಬ್ಲಾಕ್. ಕವರ್ ಪಿಂಕ್ ಉಂಡಲ್ಲ ನಿಂಡೆ ವೈಟ್ ಫೆರಾರಿ ತಂದ ಅಲ್ಲಿ ಕವರ್ ಪಿಂಕ್ ಅಲ್ಲೇ ಗೋಡಮ್ಮ ಕೊಟ್ಟ ಪಿನ್ನ ಫೆರಾರ ಕವರ್ ಎಲ್ಲೋ ಅಲ್ಲೇ ಚಾಕ್ಲೇಟ್ ಕಲರ್ ಅಲ್ಲ ಕವರ್ ಕಲರ್ ಗೋಲ್ಡ್ ಅವನಿಗೆಲ್ಲೋ ಅವನಿಗೊಂತು ಗೋಲ್ಡ್ ಉಂಟು ಎಲ್ಲ ಚಾಕ್ಲೇಟ್ ಆಯ್ತಲ್ಲ ನಾನಿಗೆಲ್ಲನ್ನು ಸ್ಕೂಲ್ ಕರ್ತಾರೆ ಓಕೆ ಅಸ್ಲಾಂ ವಲೈಕುಮ್ ಬರೀ ಎಂದ್ರ ಲಿಸ್ಟ್ ಅವರು ಡಾರ್ಕ್ ವಿತ್ ಬಿಸ್ಕೆಟ್ ಇಂತಲ್ಲ ಅಂಡರು ಎರ್ತ ಬಂದಿಲ್ಲ ಅದೆರ್ತ ಬಾವ ಅದ್ ನಂಗೆಲ್ಲ ಟ್ರೈನ್ಲೆಲ್ಲ ತಿಂಡು ಹೇರ್ ವಾಡಿ ಪೋಂಬೋ ಒಕ್ಕೊಕ್ಕು ಅದು ಕೊರೆತ ನಲ್ಲುಂಡಲ್ಲೇ ಓ ಅತ್ತಲು ಸ್ವಲ್ಪ ಬೆಲ್ಯ ಉಂಡಲ್ಲಂತೆ ಆಯ್ತಲಪ್ಪ ಹೆಂಗ ಓಕೆ ಓಕೆಲಪ್ಪ ಹೆಂಗ ದುಬೈ ಚಾಕ್ಲೇಟ್ ಲೈಟ್ಲ ನಾ ಟೈಮ್ ಆಯ್ತಂಕ 8:57 ಇದು ಕರ್ತನು ಓಕೆ ಸರಿ ಅಸ್ಲಾಂ ವಲೈಕುಮ್ ಜಿಂಬಣ್ಲೆ കാർ ഉച്ചകല്ലേ എൻ്റെ നാളെ പോവല്ലേ എൻ്റെ പോണ്ടല്ലേ ಬಚ್ಚಿರಲ್ಲ ನಕ್ಕಂತಲ್ಲಿ ವರಂಗಂಟು ಓಕೆ ಟೈಮ್ പോയെങ്കിൽ ಅಲ್ಲ ಕಾರಣ 1:45 ಬಂಡಿ ಬೇಡಲ್ಲೇ നാളെ പോവാല്ലേ അവൻ ഫുഡ് അപ്പം ഞാനിന്ന് വിചാരിച്ചു കുട്ടിയല്ലേ സ്കൂളിലെല്ലാം ആക്കിയിട്ട് ജിമ്മിലേക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഉമ്മ പറഞ്ഞ് ജിമ്മിലേക്ക് ഇന്ന് പോകണ്ട എന്തായാലും ഇന്ന് ഞാൻ ഹോം വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമ്മൾ ലാബ്സ് വർക്കൗട്ട് കാരണം ഒരു ദിവസം ജിം പോവുക ഒരു ദിവസം വിടാന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ മൂഡ് ഓഫാണ് ആകെ അപ്പോൾ ഈ മാസം അടുത്ത ലാസ്റ്റ് ഡിസംബറിലും പോയിട്ടില്ല ജാനുവരിയിൽ ഒരു വീക്ക്ലി 1 ടൈം മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിന്ന് ഹോം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആപ്സ് വർക്കൗട്ടും പിന്നെ ജസ്റ്റ് ഒരു കാർഡിയോ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് കാരണം വിടുന്നില്ല നാളെ പോകണമല്ലോ എനിക്ക് വെയിങ് മെഷീനാണ് ഭയങ്കര ഇഷ്ടം വെയിങ് മെഷീൻ നിർബന്ധമായിട്ട് വേണം വെയിറ്റ് ലിഫ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഒരു ഇൻട്രസ്റ്റാണ് എനിവേ എന്തായാലും ഇപ്പം ഞാൻ കുട്ടികളെ ഒന്ന് സ്കൂളിൽ ടിഫിൻ കൊടുത്ത് വരട്ടോ എന്താ ടിഫിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ലേറ്റായല്ലോ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതല്ലാതെ കുട്ടികളെ എത്ര ഏൽപ്പിച്ചാലും അവർ എണീച്ചില്ല പിന്നെ അവനെ ചെറുത് മോണ്ട് റെഡി ആക്കുമ്പോൾ തന്നെ അവന് ഭയങ്കര വാശയായിരുന്നു ഇന്ന് പോകുന്നില്ല എന്ന് വാശ അപ്പോൾ അവൻ്റെ റെഡിയാക്കിയിട്ടെല്ലാം ആകുമ്പോഴത്തേക്കും അവിടെ ബസ് വന്ന് അപ്പോൾ അവൻ്റെ തട്ടി പോയിട്ടാണ് ഞാൻ ബസ്സിലൊക്കെ ആക്കിയിട്ട് വന്നത് അപ്പോൾ എനിക്ക് ടിഫിൻ കാര്യങ്ങളൊന്നും റെഡിയാക്കാൻ പറ്റില്ല കാരണം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ ഒരേ കൈക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ട് രാവിലെ ആകുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ അവരൊന്ന് ടിഫിൻ പെട്ടെന്ന് കൊടുത്തിട്ട് വേറെ വന്നിട്ടൊന്ന് ഇന്ന് എൻ്റെ പരിപാടി പറഞ്ഞല്ലോ ഓൾറെഡി ഇപ്പോൾ വീടൊക്കെ ക്ലീൻ ആക്കാം ഇന്ന് അതാണ് പരിപാടി വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ഇവിടെ പെയിൻറ്റിൻ്റെ ആൾക്കാർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ എന്തായാലും
ജിമ്മ് പോകാതിരിക്കാനുള്ള റീസൺ കിട്ടിയല്ലോ. എനിക്ക് എന്തെങ്കിലും റീസൺ വേണം. വെറുതെ ഇങ്ങനെ മടിച്ചിട്ടിരുന്നാലുണ്ടല്ലോ എനിക്ക് തന്നെ എന്തോ ഒരു ലൈഫിൽ എന്താ പറയുക, ഒരു ലേസി പോലെയാണ്. ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, എൻ്റെ ഡ്രീം അച്ചീവ് ആവുന്നില്ല, എൻ്റെ വെയിറ്റ് ലോസ് ആവുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഫീൽ വരും. അപ്പോൾ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ആ ഒരു റീസൺ ഉണ്ടല്ലോ എന്നാവും. അപ്പോൾ എന്തായാലും ഒരുപാട് സംസാരിച്ചിട്ട് എണ്ണീട്ടുന്നില്ല, ഞാനത് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പം അങ്ങനെ ഞാൻ സ്കൂളിലെത്തി കേട്ടോ. ഇതാണ് കേട്ടോ ഇഷു മൊയ്തീൻ്റെ സ്കൂളും. ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല, സ്കൂളൊന്നും കാണിക്കാനില്ല, കാരണം സ്കൂളൊക്കെ കാണിക്കുന്നത് സേഫ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ടിഫിൻ കൊണ്ടുവന്നു. അങ്ങനെ കൊടുത്തട്ടോ, ഒരു 2 മിനിറ്റ്സിൻ്റെ പണിയാണ്.